गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മൾ പഠിക്കാൻ പുറപ്പെടുന്നത്. അതിനു മുൻപായി ദക്ഷിണാമൂർത്തി സങ്കല്പത്തെയും അതിൻ്റെ മഹിമയെയുമൊക്കെ നമ്മളെ ബോധിപ്പിക്കുന്ന ചില ധ്യാന ശ്ലോകങ്ങൾ ഏറെയും മാനസോല്ലാസ വാർത്തികകാരനായ സുരേശ്വരാചാര്യ സ്വാമികൾ രചിച്ചതാണ് എന്നാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിലൊരു ധ്യാന ശ്ലോകം ശ്രദ്ധിച്ചു. ജ്ഞാനമുദ്രയെ ചിന്മുദ്രയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സ്വാത്മാരാമനായ മുദിതവദനനായ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്ന ഭാഗം. തുടർന്ന് വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖഛേദദക്ഷം നമാമി. വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം. ഇവിടെ ക്രിയാപദം നമാമി എന്നാണ്. നമാമി എന്നാൽ ഞാൻ നമസ്കരിക്കുന്നു, ഞാനിതാ നമസ്കരിക്കുന്നു. ആരെ? വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം. വടവിടപിയുടെ സമീപത്തിൽ. വിടപി വൃക്ഷം, വടം പേരാൽ, വടവിടപി വലിയ പേരാൽ വൃക്ഷം, വലിയൊരു പേരാൽ വൃക്ഷത്തിൻ്റെ സമീപത്തിൽ ഭൂമിഭാഗേ ഭൂമിയിൽ തറയിൽ ആ വൃക്ഷത്തിനരികിലായി നിഷണ്ണനായിരിക്കുന്ന, നിഷണ്ണൻ ഇരിക്കുന്നവൻ, സുഖാസനത്തിൽ ഇരിക്കുന്നവൻ, അങ്ങനെയുള്ളവനെ ഞാൻ നമസ്കരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഭഗവാൻ ദക്ഷിണാമൂർത്തി തെക്കോട്ട് മുഖമാക്കി ഒരു വലിയ പേരാലിൻ്റെ അടിയിൽ ഭൂമിഭാഗത്തിൽ ഭാവന ചെയ്യാം. എങ്ങനെയാണ് ഇരിക്കുന്നത്? സകല മുനിജനാനാം ജ്ഞാനദാതാരം ആരാധ്. ആരാധ് എന്നുള്ളതിന് നേർക്ക്, പെട്ടെന്ന് തന്നെ എന്നൊക്കെയാണ് അർത്ഥം. നേർക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആരാധ് എന്ന് പറയും, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നതിന് ആരാധ് എന്ന് പറയും. ഇവിടെ നേർക്ക് എന്നുള്ളത് എടുക്കാം. സകല മുനിജനാനാം, സകല മുനിജനങ്ങൾക്കും. മുനി എന്നാൽ മനനശീലന്മാരാണ്, മനനം ചെയ്യുന്നവരാണ് മുനിമാർ. സത്യത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നവർ, എന്താണ് പരമസത്യം എന്നന്വേഷിക്കുന്നവർ. അങ്ങനെയുള്ള മുനിജനങ്ങൾക്ക് ജ്ഞാനദാതാരം, ജ്ഞാനത്തെ, പരമമായ അറിവിനെ ഉപദേശിക്കുന്നവനെ ഞാൻ നമസ്കരിക്കുന്നു. ഇപ്പോൾ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പേരാൽ വൃക്ഷത്തിൻ്റെ അടിയിൽ സകല മുനിജനങ്ങൾക്കും ജ്ഞാനോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ആരെ? ത്രിഭുവനഗുരും, ത്രിഭുവനങ്ങൾക്കും ഗുരുവായവന്, അഖില ജഗത്തിനും ഗുരുവായവന്, ജഗത് ഗുരുവായവന്. അവിടെ ത്രിഭുവനം എന്ന് പറയുമ്പോൾ ഊർധ്വ, മധ്യമ, അധോലോകങ്ങൾ അർത്ഥമാക്കപ്പെടുന്നു. ഊർധ്വലോകങ്ങളിൽ ഭൂവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം. ഈ 6 ലോകങ്ങളും ഊർധ്വലോകങ്ങളിൽ ഉൾപ്പെടും. നമ്മെ സംബന്ധിച്ച് മധ്യമലോകത്തിൽ ഭൂമിയാണ്. നാം ഭൂമിയിൽ നിവസിക്കുന്നവരായതുകൊണ്ട്. ഇനി താഴേക്കുള്ള മേഖലകൾ എന്ന് പറയുന്നത് അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം എന്നിങ്ങനെ നമുക്ക് വിഭജിക്കാം. ഈ 14 ലോകങ്ങളും ചേർന്നതാണ്
ത്രിഭുവനം. അപ്പോൾ ത്രിഭുവനത്തിനും ഗുരുവായിരിക്കുന്നവന് ത്രിഭുവന ഗുരും. ആരാണ് ഈ ഗുരു? ഈശം. വാസ്തവത്തിൽ ഈശ്വരനാണ്. സർവേശ്വരൻ തന്നെ ഗുരുഭാവത്തിൽ വന്നിരിക്കുക. ഇപ്പോൾ ഗുരുഭാവത്തിലിരുന്ന് അനുഗ്രഹിക്കുന്നത് സർവേശ്വരൻ തന്നെ. അത് കാണിക്കാനാണ് ഗുരും ഈശം എന്ന് സാമാന്യ അധികരണത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈശ്വരനായിരിക്കുന്ന ദക്ഷിണാമൂർത്തി ദേവനെ, ദേവൻ പ്രകാശിപ്പിക്കുന്നവൻ, ദ്യോതിപ്പിക്കുന്നവൻ. ആത്മവിദ്യാ പ്രകാശത്തിലൂടെ ഏറ്റവും വലിയ ദേവഭാവമാണ് ദക്ഷിണാമൂർത്തിയിലുള്ളത്. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി ദേവം ജനന മരണ ദുഃഖഛേദദക്ഷം, ജനന മരണ ദുഃഖഛേദദക്ഷം, ജനന മരണ ദുഃഖങ്ങളെ അഥവാ ജനന മരണങ്ങളെയും ദുഃഖങ്ങളെയും ഛേദിക്കാൻ, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ദക്ഷനായ സമർത്ഥനായ ഭഗവാനെ, ആശ്രിതരുടെ ഉപാസകരുടെ എല്ലാ ദുഃഖങ്ങളെയും, സംസാര ദുഃഖങ്ങളെയും, ജനന മരണാദി ക്ലേശങ്ങളെയും ഛേദിക്കാൻ ദക്ഷനായ സമർത്ഥനായ ഭഗവാനെ, ദക്ഷിണാമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. നോക്കൂ, വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണ ദുഃഖ ഛേദദക്ഷം നമാമി. ആ തത്വോപദേശം ചെയ്യുന്ന ദക്ഷിണാമൂർത്തിയുടെ രൂപം സങ്കല്പിക്കുമ്പോൾ വലിയൊരാശ്ചര്യഭാവം നമുക്കുണ്ടാവുകയാണ്. എന്താണ് ആശ്ചര്യം? ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരുർയുവാ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാ. ഒരാശ്ചര്യത്തെ പറയുകയാണ്. വളരെ വിചിത്രമായ ഒരു സങ്കല്പമാണ് ദക്ഷിണാമൂർത്തിയുടേത്. ആ വിചിത്ര സങ്കല്പത്തെ കണ്ട് നമിക്കുന്ന ഭക്തൻ ആശ്ചര്യചകിതനാവുകയാണ്. എന്താണത്? അല്പം നമുക്ക് ചിന്തിക്കാം. അടുത്ത പ്രാവശ്യം ആവട്ടെ.